കരുണാമയനായ കർത്താവിൻ്റെ ദിവ്യ സ്നേഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നു നാം തിരുപ്പിറവിക്കായി ഒരുങ്ങുന്നതിൻ്റെ നോമ്പിൻ്റെ 6-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുന്നത് ദൈവത്തിൻ്റെ വിളി കേട്ട മറിയത്തിൻ്റെ യാത്രയാണ്. ധൈര്യത്തിൻ്റെ, വിനയത്തിൻ്റെ, പൂർണ്ണ വിശ്വാസത്തിൻ്റെ ഒരു യാത്ര. ദൈവദൂതൻ ഗബ്രിയേൽ മറിയത്തിൻ്റെ മുൻപിലെത്തി ഈ ലോകത്തിൻ്റെയും വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെയും ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് അവൾക്ക് ഏൽപ്പിച്ചു നൽകിയത്. പക്ഷെ അതിലേക്കുള്ള വഴി എളുപ്പമായിരുന്നില്ല. ഒരു യുവതിയായ മറിയം അത്ര സ്പഷ്ടമല്ലാത്ത ഒരു ഭാവിയിലേക്ക് പൂർണ്ണമായ വിശ്വാസത്തോടെ ചുവടുവെച്ച ഒരു യാത്രയാണ്. അതാണ് വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 38 പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി. ആമേൻ. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് എന്തെന്നാൽ, ദൈവം നമ്മളോട് ചിലപ്പോൾ പറയുന്നത് അത്ര സ്വീകാര്യമായ കാര്യങ്ങളല്ലായിരിക്കാം, പക്ഷേ നമ്മെ ഉയർത്തുവാൻ വേണ്ടിയുള്ളതാണ് അവയെല്ലാം. മറിയം തൻ്റെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുവാൻ ദൂരയാത്ര പോയപ്പോൾ അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നത് ഒരു വാഗ്ദാനമാണ്. ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ളൊരു വാഗ്ദാനം. ഇന്നത്തെ നിങ്ങളുടെ പല യാത്രകളും അതുപോലെയാണ്. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ ഉണ്ടാവാം, വ്യക്തമല്ലാത്ത വഴികളും നമ്മുടെ മുൻപിൽ ഉണ്ടാകാം. പക്ഷേ മറിയത്തെ പോലെ നിങ്ങൾ പറയണം, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ശക്തി തരൂ. മറിയം ഗൃഹത്തിൽ കയറിയ ഉടൻ എലിസബത്ത് അവളോട് പറയുന്നത്, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതാണ് വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 45-ാം വാക്യം. അതുതന്നെയാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിനുള്ള വചനം. ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, നിങ്ങൾ കാത്തിരിക്കുന്ന മറുപടികൾ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അവ നിറവേറും. അവ നിറവേറുക തന്നെ ചെയ്യും. നോമ്പോടും പ്രാർത്ഥനയോടും കൂടെ ഒരുങ്ങിയിരിക്കുക, കാത്തിരിക്കുക. ആമേൻ.